തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. ചെറുവള്ളം തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി കടലിൽ വീണു. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, അതൊരു അപകടപ്പൊഴിയാണ് എന്ന് അറിയാവുന്നതാണ്. പക്ഷേ കുറേ നാളുകളായി ഇത്തരത്തിൽ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അത്തരം വാർത്തകളൊന്നും നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ അവിടെ മറ്റൊരു വള്ളം തിരയിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മത്സ്യത്തൊഴിലാളി കടലിൽ വീണിട്ടുണ്ട്. അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അതിനു മുമ്പ് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം. ഇതാണ് ആ അപകടമുണ്ടായത്. ആ വള്ളം അത് മുതലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും പല മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത അപകടപ്പൊഴിയാണത്. അവിടെയാണ് ഒരു അപകടം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ കടലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയോ? സജിൻ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയായിരുന്നു മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായത്. തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കടലിലേക്ക് തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. വർക്കല 1-ാം പാലം സ്വദേശിയായ താഹയാണ് അപകടത്തിൽപ്പെട്ടത്. താഹയുടെ ഉടമസ്ഥതയിൽ തന്നെയുള്ള ഇഷ്കിൻ റസൂൽ എന്ന ചെറുവള്ളമാണ് തിരയിൽപ്പെട്ടത്. പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇയാൾ പിന്നീട് കടലിലൂടെ നീന്തി ഈ വള്ളത്തിൽ തന്നെ കയറി പറ്റുകയാണ് ഉണ്ടായത്. എന്തായാലും മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ ആയിരുന്നു ഇങ്ങനൊരു അപകടം ഉണ്ടായത്. നമുക്കറിയാം, മുമ്പും അതുപോലെ തന്നെ മുതലപ്പുഴയിൽ അപകടം ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണത്. പക്ഷേ ഭാഗ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടും അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസ വാർത്തയാണ്. മുതലപ്പുഴയിലെ ഈ ഭാഗം അത് പലതവണ ഈ രീതിയിൽ പല ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഇതേ ഭാഗത്ത് തന്നെയാണ് എല്ലാ അധിക വള്ളങ്ങളും അപകടത്തിൽപ്പെട്ടതും പലർക്കും പരിക്കും ജീവൻ നഷ്ടമായതുമൊക്കെ. എങ്കിലും ഇന്ന് നടന്ന ഈ അപകടം അതിൽ ആർക്കും പരിക്കില്ല. കടലിൽ വീണയാൾ രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് എസ് വിനേഷ് കുമാർ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.